ഹായ് നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ വരാഹി ദേവിയോടുള്ള ഒരു പ്രാർത്ഥനയുടെ ഇതാണ്. നമുക്ക് എപ്പോൾ നമുക്കൊരു വിഷമാവസ്ഥ വന്നാലുണ്ടല്ലോ അമ്മയോട് പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ട് നമുക്ക് സാധിച്ചു കിട്ടും. നമ്മൾ വിളിക്കുന്നിടത്തുണ്ട് അമ്മ, നമ്മുടെ വിളിപ്പുറത്തുണ്ട്. നമ്മളൊരു അപേക്ഷ നമ്മൾ മുന്നിൽ വെച്ചാൽ അത് ഉറപ്പായിട്ട് നമുക്ക് സാധിച്ചു തരിക തന്നെ ചെയ്യും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യുക. അപ്പം നമുക്കിന്ന് നമ്മുടെ വീഡിയോ പറയാനുള്ള വെച്ചാൽ വരാഹി ദേവിയെ പറ്റിയാണ്. അപ്പം നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഈ അമ്മയെ പറ്റി അറിയാവുന്നവർ കാണുമായിരിക്കും. ആരും അറിയാൻ മേലാത്തവർ കാണത്തില്ല. പൂർവ്വം മനുഷ്യർക്കുള്ളവർക്ക് ഇത് അറിയാൻ മേലാത്ത. പക്ഷേ നിങ്ങളൊന്ന് വിളിച്ച് നോക്കുക കേട്ടോ. ഒരു ഒറ്റ പ്രാവശ്യം നമ്മളൊന്ന് വിളിച്ച് നോക്ക്. അപ്പം നിങ്ങൾക്ക് അറിയാം അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത്. നമുക്ക് മുന്നോട്ട് ഇനി എന്നത് എന്ന് നമ്മളോർത്ത് ചിന്തിച്ച് നിൽക്കുന്ന സമയത്ത് ഈ അമ്മയോട് നമ്മൾ ഈ മന്ത്രം ഒന്ന് ചെല്ലി നോക്കിയാണ്ടല്ലോ നമുക്ക് ഉറപ്പായിട്ട്. പിന്നെ ചെല്ലുമ്പോൾ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അമ്മയുടെ രൂപം നമ്മുടെ മനസ്സിൽ വിചാരിച്ച് നമ്മൾ ഭക്തിയോടുകൂടി നമ്മൾ ചെല്ലണം. എന്നാലേ നമുക്ക് സാധിച്ചിട്ടുള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നല്ല കാര്യങ്ങളായിരിക്കണം. മറ്റൊരാൾക്ക് ദോഷം വരുന്നതോ അല്ലെങ്കിൽ മറ്റൊരാളെ നശിപ്പിക്കാനുള്ളതോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. അങ്ങനെയൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചാൽ അമ്മ കേൾക്കത്തുമില്ല, നമ്മളെ അനുഗ്രഹിക്കത്തുമില്ല. നമുക്ക് നമ്മുടേതായ വിഷമാവസ്ഥകൾ നമ്മൾ നല്ലതായിരിക്കണം. നമ്മളിപ്പം നമ്മൾ ഒരാളുടെ സ്വത്ത് മോഹിച്ചോ അങ്ങനെയൊന്നും നമ്മൾ പ്രാർത്ഥിക്കരുത്. അതൊന്നും നമുക്ക് ഒരിക്കലും സാധിച്ചു കിട്ടത്തില്ല. നമ്മൾ കഷ്ടപ്പെടുന്ന കാര്യം നമുക്കത് കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ട് നമുക്ക്. അതുപോലെ നമുക്ക് വയ്യാഴികളൊക്കെ വരുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കത് എന്നെ ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റം വരുന്നിരിക്കും. നമ്മൾ അമ്മയോടൊന്ന് മനസ്സൊന്ന് പ്രാർത്ഥിച്ചാൽ നമുക്ക് നല്ല മാറ്റം വരും. അതൊക്കെ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഞാൻ അതുപോലെ ചില സമയത്തൊക്കെ സങ്കടപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്, എനിക്കൊന്ന് അതൊന്ന് മാറ്റിത്തരണേ അല്ലെങ്കിൽ എനിക്കൊന്ന് ശരിയാക്കി തരണേ എന്ന് പറയുമ്പോൾ എനിക്ക് അതുപോലെ സാധിച്ചു കിട്ടിയിട്ടുണ്ട്. അത്രയ്ക്ക് എനിക്ക് വിശ്വാസമാണ്. എനിക്ക് വരാഹമ്മയെ പറ്റി എനിക്ക് അറിയത്തില്ലായിരുന്നു. എന്നോട് ഒരാൾ പറഞ്ഞു തന്നാണ്. പിന്നെ ഞാൻ യൂട്യൂബിലൊക്കെ കയറി നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കാണ് അപ്പോൾ അതിനകത്ത് എല്ലാവരും പറയുന്നത് അത്ര നമുക്ക് ഒരു സാധാരണക്കാരന് നമുക്ക് മനസ്സോർന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു അമ്മയാണത്. എല്ലാ ദൈവങ്ങളോടും നമുക്ക് മനസ്സോർന്ന് വിളിക്കാൻ പറ്റും. പക്ഷെ ചില ദൈവങ്ങളോട് അവർ ദേഷ്യമുള്ളവരും അങ്ങനെയൊക്കെ ഉള്ള ഇതുണ്ടല്ലോ, ഭദ്രകാളിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അതിനകത്തൊക്കെ പ്രശ്നങ്ങൾ വരുന്നൊക്കെ ഉണ്ട്. പക്ഷെ വരാഹി അമ്മ അങ്ങനെയല്ല, പാവങ്ങൾക്ക് എപ്പോഴും സഹായമായിട്ട് വരുന്ന ഒരു അമ്മയാണ്. നമുക്കൊരു പ്രശ്നം നമ്മുടെ മുന്നിൽ വരുമ്പോൾ ഇനി നമ്മൾ മുന്നോട്ട് എന്നതെന്ന് ഓർത്ത് നിൽക്കുന്ന സമയത്ത് നമ്മൾ അവിടെ നിന്ന് ഈ മന്ത്രം ചൊല്ലിയാൽ നമുക്ക് ഉറപ്പായിട്ട് കാര്യം സാധിച്ചു. നമുക്ക് എവിടെ നിന്ന് എപ്പോൾ വേണമെങ്കിലും ഈ ഒരു മന്ത്രം ചെല്ലാം. നമുക്ക് ചൊല്ലി നമുക്ക് അമ്മയുടെ അനുഗ്രഹം മേടിക്കാം. നമുക്ക് അമ്മയോട് അപേക്ഷിക്കാം. അതിന് ഒരു സംശയവും വേണ്ട. പിന്നെ ഇതൊക്കെ ഞാൻ പറയുമ്പോൾ എല്ലാവരും ചോദിക്കും ഞാൻ ജ്യോത്സ്യനാണോ എന്ന് ചോദിക്കും. ജ്യോത്സ്യന്മാരൊന്നും ഇതൊന്നും അല്ല പറയുന്നത്. അവർ നമ്മുടെ ഭാവി ഭൂതങ്ങളൊക്കെ പറയുന്നവരാണ്. ഞാൻ പക്ഷേ അങ്ങനെയൊന്നുമല്ല. എനിക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ മാത്രം ഞാൻ നിങ്ങളോട് പറയുന്നതേ ഉള്ളൂ കേട്ടോ. പലരും ചോദിക്കാറുണ്ട് ജ്യോത്സ്യം അറിയാമോ? എനിക്ക് ജ്യോത്സ്യമൊന്നും അറിയത്തില്ല. പിന്നെ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയാണ് എന്നോട് ചോദിക്കുന്നെങ്കിൽ എനിക്കതൊന്നും അറിയത്തില്ല. പിന്നെ കുറച്ചൊക്കെ കാര്യങ്ങൾ നമുക്ക് അറിയാം എന്നുള്ളത് മാത്രമല്ല. അത് നമ്മുടെ അനുഭവത്തിലൂടെ നമുക്ക് അനുഭവം വരുമ്പോഴാണ് പല കാര്യങ്ങളും നമ്മൾ പഠിച്ചു പോകുന്നത്. പിന്നെ ഇതൊരു വിശ്വാസമാണ്. ഇപ്പോൾ ഇത് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവർ ചോദിക്കും ഞങ്ങൾ എങ്ങനെ ഈ പ്രാർത്ഥന ചെല്ലുന്നതെന്ന്. ക്രിസ്ത്യനോ ഹിന്ദുവെന്നോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമ്മളൊരു ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിന് നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഏത് ദൈവത്തോടും നമുക്ക് പ്രാർത്ഥിക്കാം. എത്രയോ ഹിന്ദുക്കളുണ്ട് മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുന്നത് ഇല്ലേ? അവർക്കത് വിശ്വാസമുണ്ട് മാതാവിനെ എന്നും പറഞ്ഞിട്ട് മാതാവ് അവരെ കൈവിടുന്നുമില്ല. അവരെന്ന് വെച്ചാൽ അവരുടെ രീതിക്ക് തന്നെയല്ലേ ജീവിച്ചും പോകുന്നത്. അവർ ഹിന്ദുക്കളുടെ രീതിക്ക് തന്നെ ജീവിച്ചും പോകുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു കാര്യം ചെല്ലുന്നത് നമ്മളെല്ലാവരോടും പറഞ്ഞതായിട്ടല്ല ചെല്ലുന്നത്. നമ്മൾ സ്വയം എവിടെയെങ്കിലും ഇരുന്ന് നമ്മുടെ മനസ്സിൽ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. പിന്നെ ഇതെനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു കാര്യമാണ്. നമുക്ക് എപ്പോഴും ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നമ്മൾ വിളിച്ചാൽ നമുക്ക് ഉറപ്പായിട്ട് നമ്മളെ സഹായിക്കും. പക്ഷേ നമ്മൾ അതുപോലെ മനസ്സോർന്ന് വിളിക്കണം. അപ്പം മന്ത്രം എന്നാന്നുള്ളത് ഞാൻ പറയാവേ. ഓം വജ്രഘോഷ വാരാഹിയെ നമഃ. അതാണ് ആ മന്ത്രം നമ്മൾ ചെല്ലുന്നത്. ഇത് നമ്മൾ 108 പ്രാവശ്യം നമ്മൾ ചെല്ലുക. നമ്മുടെ കാര്യം സാധിച്ചു കിട്ടും. അത് നമ്മൾ എപ്പോഴും സ്വസ്ഥമായിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മൾ ചെല്ലുക. അപ്പോൾ നമുക്കത് നമ്മളത് എണ്ണം തെറ്റാതെ വേണം ചെല്ലാനായിട്ട് 108 തവണ തന്നെ നമ്മളിത് ചെല്ലുക തന്നെ ചെയ്യണം. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിതൊരു 108 തവണ ചെല്ലുക എന്ന് വെച്ചാൽ ഒരു ചെറിയൊരു സെൻറ്റൻസേ ഉള്ളൂ, ഒരുപാടൊന്നുമില്ല. അപ്പം നമുക്കത് ചെല്ലാനായിട്ട് എളുപ്പമുണ്ട്. ഓം വജ്രഘോഷ വാരാഹിയെ നമഃ എന്നാണ്. അപ്പോൾ അത് വീണ്ടും ഞാൻ ഒന്നും കൂടെ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞാണ്. അപ്പോൾ അത്രയും നമ്മൾ ഒരു 10 പ്രാവശ്യം നമ്മൾ ചൊല്ലി കഴിയുമ്പോഴത്തേക്കും നമ്മളിത് മനസ്സിൽ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമുക്കിത് കാണാതെ നമുക്ക് എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കാം. അപ്പം ഞാൻ എന്നു വെച്ചാൽ ചെറിയ മുത്തുമാലയുടെ ഒക്കെ മുത്തുണ്ടല്ലോ, അത് നമ്മളൊരു നൂലെ കോർത്ത് ഒരു 108 മാലയാക്കി 108 മുത്തിട്ട് അതൊരു മാലയാക്കി എടുക്കുക. അപ്പം നമുക്ക് എന്നിട്ട് അതിൻ്റെ ഒരു സൈഡിൽ നമുക്ക് ഓരോന്ന് വിധം ചെല്ലിയെടുക്കാനായിട്ട് എളുപ്പമുണ്ട്. നമ്മൾ കയ്യെ കൂട്ടി ചെല്ലലൊന്നും നമുക്ക് നടക്കത്തില്ല. കാര്യം നമ്മൾ കുറേ എണ്ണി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ തെറ്റിപ്പോകും എത്രയായി എന്നുള്ളത് വരും. അപ്പം അങ്ങനെ ഒരു മുത്തുമാല ഉണ്ടാക്കി എടുത്തതിന് ശേഷം ആ മാലയിൽ നമ്മളിങ്ങനെ ഓരോ മുത്തും ഇങ്ങനെ മാറ്റി 108 മുത്തേ അതിലാകാവുള്ളൂ.
എന്നിട്ട് അത് ഇന്ന് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ അതിൻ്റെ ആ ഒരു തുടക്കം വരുന്നതിൻ്റെ അവിടെ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു റിബൺ പോലെ എന്തെങ്കിലും ഒന്ന് കെട്ടി വെക്കുക. എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് ഓരോന്ന് വിധം നമ്മളിങ്ങനെ എണ്ണി നമ്മൾ ഓരോ പ്രാവശ്യം നമ്മളിത് പറയുമ്പോഴും മൊത്തിങ്ങനെ മാറ്റി കൊണ്ടിരിക്കുക. അങ്ങനെ മാറ്റിയെടുക്കാൻ നമുക്ക് എളുപ്പമാണ് നമുക്ക് ചെല്ലാനായിട്ട്. അപ്പം നമ്മൾ വരാഹി അമ്മയോട് പ്രാർത്ഥിച്ചാൽ നമ്മൾക്ക് ഭക്തവാത്സല്യം എന്ന് പറയുന്നത് ഭക്തരോട് ഭയങ്കര വാത്സല്യമാണ് അമ്മയ്ക്ക്. അമ്മയെ വിശ്വസിച്ചാൽ അമ്മയ്ക്ക് നമ്മളോട് ഭയങ്കര വാത്സല്യമാണ്. അപ്പം നമ്മൾ ആ ഒരു സങ്കടപ്പെടുന്ന കാണുമ്പോൾ അമ്മയ്ക്ക് വിഷമം എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള വിഷമത്തോടു കൂടി നമ്മൾ അന്നേരം വിഷമിച്ച് അമ്മയുടെ മുന്നിൽ പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ട് അമ്മ നമുക്ക് സാധിച്ചു തരും നമ്മുടെ ആ വിഷമം. നമ്മൾ അമ്മയെ വിളിച്ച് വേണം പ്രാർത്ഥിക്കാനായിട്ട്. അല്ലാതെ നമ്മളിങ്ങനെ ചുമ്മാ അങ്ങ് പറയല്ല, നമ്മൾ അമ്മേനെ വിളിച്ച് മനസ്സുകൊണ്ട് തന്നെ നമ്മൾ വിശ്വസിച്ച് വിളിച്ച് നമ്മളത് ആ പേര് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മളുടെ ഏത് പ്രതിസന്ധികളിലും നമ്മളെ കൈവിടാതെ നമ്മളെ താങ്ങി നിർത്തുക തന്നെ ചെയ്യും. അപ്പം നിങ്ങൾ ഈ ഒരു ഇത് ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങളിപ്പോൾ പറയും എപ്പോൾ സമയം ചെല്ലണം, എപ്പോഴാണ് തുടങ്ങേണ്ടത്, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ രാവിലെ എണീക്കുന്ന സമയത്ത് നിങ്ങൾക്കത് ചൊല്ലാൻ താല്പര്യമാണെങ്കിൽ നിങ്ങൾ ചെല്ലുക. അതല്ല നിങ്ങൾക്ക് കിടക്കുമ്പോഴാണ് ഇനി ചെല്ലാൻ സമയമെങ്കിൽ ചെല്ലുക. അതല്ല പകലാണ് നിങ്ങൾക്ക് സമയമെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണ് ചെല്ലാം. പിന്നെ ഇത് എത്ര ദിവസം ചെല്ലണമെന്ന് ഇനിയിപ്പോൾ എല്ലാവരും ചോദിക്കും. എത്ര ദിവസം ചൊല്ലുക എന്നല്ല, നിങ്ങൾ ഒരു പ്രാവശ്യം ചൊല്ലി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം സാധിച്ചിരിക്കും. അത്രയ്ക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. അതിൽ നമ്മൾ മനസ്സുറച്ച് നമ്മൾ ഈ പ്രാർത്ഥന ഈ ഒരു മന്ത്രം ചെല്ലുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ നമ്മുടെ ആവശ്യങ്ങളും അമ്മയുടെ രൂപം മാത്രമേ നമ്മുടെ മനസ്സിൽ വരാറുള്ളൂ. നമ്മൾ പല ചിന്തയോട് കൂടി ഇരുന്ന് ചെല്ലരുത്. നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരു കാര്യം ഇപ്പം നമുക്കൊരു ആവശ്യങ്ങൾ പറയുമ്പോൾ നമ്മൾ മറ്റൊരാൾ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ മനസ്സിലേക്ക് വരും. നമ്മൾ വേറെ എന്തെങ്കിലും ആരെങ്കിലും അല്ലെങ്കിൽ വഴിയിൽ എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ടി വിക്ക് എത്ര കണ്ടാണെങ്കിൽ പോലും അത് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരും. അങ്ങനെയൊന്നും വരാതെ നമ്മൾ സ്വസ്ഥമായിട്ടിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക, എനിക്ക് എൻ്റെ മനസ്സിൽ സ്വസ്ഥമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ എനിക്ക് ശക്തി തരണേത്. എന്നിട്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് സാധിച്ചു കിട്ടും. എൻ്റെ അനുഭവം വെച്ച് പറയുകയാണ്. പിന്നെ നിങ്ങളിത് ചെല്ലുന്ന സമയത്ത് ഇങ്ങനെ എന്നേലും നമ്മൾ ശ്രദ്ധ വിട്ടുപോകും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വീണ്ടും ഒന്നും കൂടെ ഒന്നേന്ന് തുടങ്ങുക പ്രാർത്ഥന. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് വേറെ ഏതെങ്കിലും സ്ഥലത്ത് മായാലോകത്ത് പോവുകയാണെങ്കിൽ നിങ്ങൾ വീണ്ടും അത് ഒന്നേന്ന് തന്നെ തുടങ്ങി അത് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ച് 108 തവണ ആക്കി തീർക്കുക. നമ്മൾ പകുതി വരെ ചെല്ലി കഴിയുമ്പോഴത്തേക്ക് ഒരു 50 എണ്ണം കഴിയുമ്പോഴത്തേക്ക് വേറെ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരുന്ന മന്ത്രം നമ്മളിത് പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ മനസ്സിൽ വേറെ ചിന്തകളാണെങ്കിൽ നിങ്ങൾ അവിടെ സ്റ്റോപ്പ് ചെയ്തേച്ച് നിങ്ങൾ വീണ്ടും ആദ്യം മുതൽ ഈ മന്ത്രം ചൊല്ലി തുടങ്ങുക. കാര്യം കളിയാക്കുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യാനേ പോകരുത്. നിങ്ങൾ അമ്മയെ കളിയാക്കുന്ന രീതിയിൽ ഒരു കാര്യങ്ങളും ചെയ്യരുത്. നിങ്ങൾ വിശ്വാസത്തോടുകൂടി അമ്മയോട് പ്രാർത്ഥിച്ച് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും ഈ ഒരു മന്ത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. പെട്ടെന്ന് നമ്മളൊരു കാര്യം നമ്മളിപ്പോൾ ഒരു അവസ്ഥ നിൽക്കുമ്പം ആ നിമിഷം നമ്മളത് പ്രാർത്ഥിച്ചാൽ ആ നിമിഷം തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതാണ്. അതിപ്പം ഒരു വയ്യാഴികയാണെങ്കിൽ പോലും ഉണ്ടല്ലോ, നമ്മളത് പ്രാർത്ഥിച്ചാൽ നമുക്ക് ആ സെക്കൻഡിൽ തന്നെ അതിന് മാറ്റം വരുന്നതാണ്. അത് വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുക. എനിക്ക് ഭയങ്കര വിശ്വാസമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. ഞാനൊരു ക്രിസ്ത്യനാണെങ്കിൽ പോലും എനിക്കത് ഭയങ്കര വിശ്വാസമാണ് ഈ വരാഹി അമ്മയുടെ ഒരു പ്രാർത്ഥന. ഞാൻ അത് ഓരോരോ അനുഭവങ്ങൾ വരുമ്പോൾ കൂടുതൽ വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അത്രയും അടുത്തുകൊണ്ടിരിക്കുക, അത്ര ആത്മാർത്ഥമായിട്ട് നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല കാര്യങ്ങൾക്ക് നിങ്ങൾ ഈ പ്രാർത്ഥന ഉപയോഗിക്കുക. അല്ലാതെ നിങ്ങൾ മോശം കാര്യങ്ങൾക്ക് ഇതെടുക്കരുത്. എടുത്ത ശിക്ഷ ഭയങ്കരമാണ്. നിങ്ങൾക്ക് കിട്ടുന്ന തിരിച്ചടി നിങ്ങൾക്ക് ഭയങ്കരമായിരിക്കും. നല്ല കാര്യത്തിന് വേണ്ടി നമുക്കത് അർഹതപ്പെട്ടതാണെങ്കിൽ മാത്രം നമ്മളത് പ്രാർത്ഥിച്ചെടുക്കുക. നമുക്ക് അർഹതപ്പെട്ടതല്ലെങ്കിൽ നമ്മളത് പ്രാർത്ഥിക്കാൻ പോകരുത്. നമുക്ക് അർഹതപ്പെട്ടത് മാത്രം നമ്മൾ പ്രാർത്ഥിച്ചെടുക്കുക. അല്ലാത്ത നിങ്ങൾ പോകരുത്. അത് നിങ്ങൾക്ക് ദോഷമായിട്ട് തന്നെ വരുള്ളൂ. ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഓരോ വീഡിയോ ചെയ്യുമ്പോഴെല്ലാം വിശദമായിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് വോയിസും ചുണ്ടനക്കുന്നതും തമ്മിൽ ഒരു വ്യത്യാസം വന്നു. അതെൻ്റെ ക്യാമറയുടെ എന്തോ ഒരു പ്രശ്നമാണ്. അതിൽ ഓരോ നമ്പർ വന്ന് കിടക്കുക. ആ നമ്പർ അതനുസരിച്ചാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പം നമ്മൾ ആ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ വോയിസ് കൊടുത്തപ്പോൾ അത് ഞാൻ ശ്രദ്ധിച്ചില്ല. സത്യം പറഞ്ഞാൽ എഡിറ്റ് ചെയ്തപ്പോഴും എനിക്കത് അത്രയും തോന്നിയില്ല. പക്ഷേ ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്നോട് ആരും അതിനകത്ത് കമൻറ്റ് ഇട്ടപ്പോഴാണ് ഞാൻ വീഡിയോ ശ്രദ്ധിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായി. പതിവൊന്ന് ഒരാൾ കമൻറ്റ് ചെയ്തു, ഇവർ ചുണ്ടനക്കുന്ന ഒന്ന് പറയുന്ന വേറൊന്ന്, അപ്പം ഇവർ കാണിക്കുന്ന ഒന്നും സത്യമല്ലാന്ന്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഞാൻ എൻ്റെ സൗണ്ട് തന്നെയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ആ ചുണ്ടനക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ 2 വീഡിയോയ്ക്കാണ് ഇപ്പോൾ ഈ ഒരു പ്രശ്നം വന്നിരിക്കുന്നത്. അവർ പറഞ്ഞ് എൻ്റെ എല്ലാ വീഡിയോയ്ക്കും ഇങ്ങനെയാണ്. എൻ്റെ എല്ലാ വീഡിയോയ്ക്കും ഇങ്ങനെയൊന്നുമല്ല, 2 വീഡിയോയ്ക്കാണ് അങ്ങനെ പ്രശ്നം വന്നത്. അത് ഞാൻ അന്ന് സമയക്കുറവും കൂടെ കൊണ്ട് പെട്ടെന്ന് എഡിറ്റ് ചെയ്തെടുക്കുമായിരുന്നു. അതുകൊണ്ടാണ് പറ്റിപ്പോയത്. അപ്പം ഈ ഒരു വീഡിയോ ഇപ്പോൾ ഞാൻ അറിയത്തില്ല, ഞാൻ ഇത് എടുത്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇതെടുത്ത് കഴിഞ്ഞ് എഡിറ്റ് ചെയ്യുമ്പോൾ അറിയാം അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ വീണ്ടും ഞാൻ ഒന്നും കൂടി ഇത് എടുക്കേണ്ടി വരും. അപ്പം അങ്ങനെയൊക്കെ ഒരു തെറ്റ് പറ്റിയതിന് എല്ലാവരും എന്നോട് ക്ഷമിക്കുക. ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. അതെൻ്റെ വീഡിയോയുടെ നമ്പറോ കാര്യങ്ങളൊക്കെ അതെനിക്ക് ഇവിടെ എപ്പോഴും കണ്ണനാണ് ശരിയാക്കി തരുന്നത്. അന്ന് അവനിവിടെ ഇല്ലായിരുന്നു, അതാ പറ്റിപ്പോയത്.
അപ്പം മനഃപൂർവ്വം കാണിക്കുന്നതല്ല, എൻ്റെ വിശ്വാസങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇതെടുക്കാം, ഇഷ്ടമില്ലെങ്കിൽ കളയാം. നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ദൈവം അനുഗ്രഹം തരും. ഇത് ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ ഇവർക്ക് തിരിച്ചൊരു കമൻറ്റ് കൊടുക്കണം, ഇതെനിക്ക് സാധിച്ചില്ല എന്നുള്ള രീതിക്ക് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോയാൽ സാധിക്കുകയില്ല. നിങ്ങൾ എന്നോടുള്ള ഇതിനു വേണ്ടി നിങ്ങൾ ചുമ്മാ കമൻറ്റ് ഇടാനും നിൽക്കേണ്ട. നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങൾ ആവശ്യപ്പെട്ട് നിങ്ങൾക്ക് കിട്ടുമോ ഇല്ലെന്ന് അറിഞ്ഞതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ഇടാൻ വന്നാൽ മതി. അപ്പോൾ ഞാൻ ഈ ഒരു പ്രാർത്ഥന നല്ല ശക്തിയുള്ളതാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുക, മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ അനുഭവമാണ്, എനിക്ക് റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് പറയുന്നത്. അത്രയ്ക്ക് ശക്തിയുള്ള അമ്മയാണ്. അമ്മയോട് നമ്മൾ മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചാൽ സാധിച്ചു കിട്ടും. ഇപ്പോൾ പറഞ്ഞത് തന്നെ പിന്നെയും പറയുന്നത് നിങ്ങൾ പറഞ്ഞാൽ വീണ്ടും നിങ്ങൾക്കത് പറഞ്ഞ് ഞാൻ മനസ്സിലാക്കി തരുന്നത് എന്നാന്ന് വെച്ചാൽ നിങ്ങൾക്ക് പിന്നെ ഇതിനകത്ത് ഒരുപാട് സംശയങ്ങൾ വരും. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞേക്കുന്നത്. ഞാനിത് പ്രാർത്ഥിച്ച് എനിക്ക് അന്നേരം തന്നെ റിസൾട്ട് കിട്ടി കേട്ടോ, അന്നേരം തന്നെ. അതുകൊണ്ടാണ് എനിക്ക് അത്രയ്ക്ക് വിശ്വാസമായത്. എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. അതുകൊണ്ട് വരാഹി ദേവിയോട് പ്രാർത്ഥിച്ച് ഉറപ്പായിട്ടും അമ്മ കൈവിടത്തില്ല. അമ്മയുടെ മക്കളെ അമ്മ കൈവിടത്തില്ല. അമ്മ വിശ്വസിക്കുന്ന മക്കളെ, അത് 100% ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനിടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ എനിക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളും കാര്യങ്ങളും ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ ഇനി പറഞ്ഞു തരാൻ വരത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേണ്ടി മാത്രം കാണാനായിട്ട് ഇരിക്കരുത്. എല്ലാ വീഡിയോയും കൂടെ സപ്പോർട്ട് ചെയ്യണം, എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇതാണ്. എല്ലാവരും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ച് നോക്കുക. റിസൾട്ട് കിട്ടിയാൽ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം, അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട്.